നമ്മൾ മുംബൈ ഇന്ത്യൻസിനെ കുറിച്ച് പലപ്പോഴും പറയുന്ന സമയത്ത് പറയാറുള്ള ഒരു കാര്യമാണ് ദൈവത്തിന്റെ പോരാളികൾ തോറ്റാണ് തുടങ്ങാറുള്ളതെന്ന്. ഇത്തവണയും ഒരു മാറ്റവും അതിന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമ്മളെ ന്യായീകരിച്ച് തുടങ്ങാറുള്ളത് അങ്ങനെ പറയാം. ഇപ്പോ നമുക്ക് ഇപ്പൊ ഇന്നലത്തെ ഒരു മാച്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മികച്ച ബൗളിംഗ് പ്രകടനം രണ്ട് ടീമിന്റെ താരങ്ങളും നടത്തിയിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഇപ്പൊ ചെന്നൈനെ സംബന്ധിച്ച് ഒരു ചെറിയ സ്കോർ പിന്തുടരുമ്പോൾ സ്വാഭാവികമായിട്ട് ഉണ്ടാവുന്ന ഒരു കോൺഫിഡൻസ് അവിടെ വർക്കായിട്ടുണ്ട്. മാത്രമല്ല ക്യാപ്റ്റൻ എന്ന രീതിയിൽ ഋതുരാജ് ഗെയ്ക്വാദ് കാഴ്ചവെച്ച ആ ഒരു ഇന്നിങ്സ് മികച്ച ഒരു ഇന്നിങ്സ് തന്നെയാണ്. അദ്ദേഹമാണ് ആ ഒരു ടീമിന്റെ സ്കോറിന് ഒരു ആക്സിലറേഷൻ കൊടുക്കുന്നതും പലപ്പോഴും രജിൻ കുറച്ച് സ്ലോ ആയിട്ട് പോകുന്ന സമയത്ത് ആ ഒരു ആക്സിലറേറ്റ് ചെയ്തിട്ട് എനിക്ക് തോന്നുന്നത് ഗെയ്ക്വാദിന്റെ ഏറ്റവും വേഗതയേറിയ 60 സെഞ്ചുറിയാണ് ഇന്നലത്തെ എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു ലോ സ്കോറിംഗ് എന്ന് ഇപ്പോഴത്തെ മറ്റ് മാച്ചുകളെ കമ്പയർ ചെയ്ത് നമ്മൾ പറയുന്ന ഒരു മത്സരത്തിൽ അതൊരു വേഗതയേറിയ 60 സെഞ്ചുറി ശ്രദ്ധ കൊടുക്കുന്നുണ്ട്. എല്ലാ ടീമിന്റെയും മത്സരം പെട്ടെന്ന് തീർക്കാൻ വേണ്ടി നോക്കുന്നത് നമുക്ക് കണ്ട മനസ്സിലാവുന്നത് തന്നെയാണ്. അതന്നെയാണ് ഗെയ്ക്വാദും നോക്കിയത്. ചെറിയ സ്കോറാണെങ്കിൽ പെട്ടെന്ന് അടിച്ചു തീർത്തത്. അവിടെ നമ്മുടെ വിഘ്നേഷ് വന്നിട്ടാണ് ഒന്ന് ബ്രേക്ക് ഇട്ട് വെച്ചത്. തീർച്ചയായും. ഇപ്പം ഇന്നലത്തെ മത്സരത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്കൊന്ന് പറയാനുള്ളത് മലയാളി താരം വിഘ്നേഷ് പുത്തൂരിന്റെ പ്രകടനം തന്നെയാണ്. ചെന്നൈനെ സംബന്ധിച്ച് ചെന്നൈ ബോളർമാരുടെ പ്രകടനമാണ്, ഖലീൽ അഹമ്മദിന്റെ പ്രകടനം, നൂർ അഹമ്മദിന്റെ പ്രകടനം. മറ്റൊന്ന് ധോണിയുടെ ഒരു മിന്നൽ സ്റ്റംപിങ്. പിന്നെ എന്താ പറയുക, അതായത് ആ ഒരു രീതിയിലൊരു നല്ല ഒരു ഏറ്റവും ഒരു എൽ ക്ലാസിക്കോ എന്ന് പറയുന്ന നമുക്കറിയാം ഒരു T20നെ സംബന്ധിച്ച് എപ്പോഴും ആവേശം വരുന്നത് വലിയ റണ്ണ് സ്കോർ ചെയ്യുന്ന സമയത്തൊക്കെയാണ്. പക്ഷെ അങ്ങനെ അല്ലാത്ത തരത്തിലൊരു ആവേശം പകർന്ന ഒരു പ്രത്യേകിച്ച് മലയാളി ക്രിക്കറ്റ് ആരാധകർക്കൊക്കെ ഒരു എന്താ പറയാ അഭിമാനമൊക്കെ ഉള്ള ഒരു മത്സരം അപ്രതീക്ഷിതമായിട്ട് വന്നിട്ട് പിന്നെ ഹൃദയം കീഴടക്കി പറയാൻ പറ്റും. അതെ, നിർണായകമായ 3 വിക്കറ്റുകളാണ് വിഘ്നേഷ് പുത്തൂര് വീഴ്ത്തുന്നത്. ഇതുവരെ കേരളത്തിന് വേണ്ടി പോലും കളിക്കാത്ത ഒരു താരം. അതെ, സീനിയർ ടീമിൽ കളിച്ചിട്ടില്ല അദ്ദേഹം. അപ്പൊ അങ്ങനെ ഒരു താരം തന്റെ 24ാമത്തെ വയസ്സിൽ IPL അരങ്ങേറ്റം കുറിക്കുന്നത് ആദ്യ മത്സരത്തിൽ തന്നെ ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് വരുന്നു. ആ ഇമ്പാക്ട് പ്ലെയർ എന്താണോ എന്നുള്ള ആ ഒരു അർത്ഥം അതിനുള്ള ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടാണ് അദ്ദേഹം മടങ്ങുന്നത്. രോഹിത് ശർമ്മക്ക് പകരക്കാരൻ ഇമ്പാക്ട് ആയിട്ടാണ് വരുന്നത് പകരമായിട്ട്. അപ്പൊ വന്നിട്ട് ആദ്യത്തെ ഓവറിൽ വിക്കറ്റ്, രണ്ടാമത്തെ ഓവറിൽ വിക്കറ്റ്, മൂന്നാമത്തെ ഓവറിൽ വിക്കറ്റ്, തുടർച്ചയായി 3 ഓവർ 3 വിക്കറ്റ് വാങ്ങിയിട്ട് ഇപ്പൊ പറയുമ്പോൾ ഗെയ്ക്വാദിന്റെ വിക്കറ്റ് വീഴ്ത്തി, ഹൂഡയുടെ വിക്കറ്റ് വീഴ്ത്തി, അതായത് ചെന്നൈയുടെ കൂറ്റിനടിക്കാര് 3 പ്രധാനപ്പെട്ട താരങ്ങളെയാണ് വീഴ്ത്തിയത്. അപ്പം വിഘ്നേഷിനെ നമുക്കിപ്പോൾ പറയുമ്പോൾ ഇത്രയാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പിന്നെ മലയാളി താരങ്ങളെ കുറിച്ച് പറഞ്ഞിരുന്നു. ഒരു അവസരം കിട്ടിയാൽ വിഘ്നേഷ് കഴിവ് തെളിയിക്കും, ഒരു ചെന്നൈമൻ സ്പിന്നറാണ് നമ്മൾ പറഞ്ഞിരുന്നു. പക്ഷെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അതൊന്നും അല്ല, കണ്ടെന്ന് അറിയണമെന്നുള്ള ഇതായിരുന്നു ഇന്നലെ വിഘ്നേഷിന്റെ പ്രകടനം. ഒരു കാണുമ്പോൾ തന്നെ ഒരു ചിരിച്ചുകൊണ്ട് ചെറുപ്പക്കാരൻ വരുന്നു. 1ാമത്തെ ഓവർ എറിഞ്ഞിട്ട് പിന്നെ നന്നായി കളിക്കുന്ന ഋതുരാജിനെ വീഴ്ത്തുന്നു. 2ാമത്തെ ഓവർ വരുമ്പം ശിവൻ ദുബേൻ, അതുപോലെ തന്നെ ശിവൻ ദുബേ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ ദുബേനെ വീഴ്ത്തുന്നു. 3ാമത്തെ ഓവറിൽ കൂടാനും വീഴ്ത്തുന്നു. സ്പിന്നിനെതിരെ മികച്ച റെക്കോർഡുള്ള ശിവൻ ദുബേനെ വീഴ്ത്തുന്നു. അതാണ് ആ ഒരു പ്രകടനം. ഇപ്പം പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ചെന്നൈയുടെ ജയം ഉറപ്പായിരുന്നു, ചെന്നൈ ജയത്തിലേക്ക് അടുക്കുകയായിരുന്നു. ഗെയ്ക്വാദ് വളരെ പെട്ടെന്ന് തന്നെ കളി തീർത്തേനെ. അവിടെ വന്നിട്ടാണ് ആ ബ്രേക്ക് ഇട്ടിട്ട് ആ ഒരു ഇന്നിങ്സിനെ ചവിട്ടി ഒരു ഘട്ടത്തിൽ മുംബൈ 15 to 25 റൺ കൂടുതൽ ഉണ്ടായിരുന്നെങ്കിൽ ചെന്നൈ പിന്നെ മുംബൈ നേടിയിരുന്നെങ്കിൽ ഒരു പക്ഷേ കളിയുടെ ഗതി വിഘ്നേഷ് തിരിച്ചേനെ ഒരു സംശയമില്ലാത്തതാണ്. ഇപ്പം ഇന്നലെ കളഞ്ഞിട്ട് പിന്നെ സൂര്യകുമാർ യാദവ് പറഞ്ഞു നമ്മുടെ ഇത് പ്രൊഡക്റ്റ് കണ്ടെത്തലാണ്, മുംബൈ എന്നും യുവതാരങ്ങളെ കണ്ടെത്താൻ ശ്രമിക്കുന്ന ടീമാണ്, അതിന്റെ കണ്ടെത്തൽ തന്നെയാണ് ഇദ്ദേഹം എന്ന് പറഞ്ഞത്. കഴിഞ്ഞൊരു 10 മാസത്തെ ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് കണ്ടെത്തിയ ഒരു ടാലന്റ് ആണ് എന്നുള്ളതാണ് പറയുന്നത്. എനിക്ക് തോന്നുന്നു കൂടുതൽ അവസരങ്ങൾ, പ്രത്യേകിച്ച് ഇമ്പാക്ട് പ്ലെയർ എന്ന് പറയുന്ന ഒരു റൂളൊക്കെ ഉള്ളതുകൊണ്ട് കൂടുതൽ അവസരങ്ങൾ അദ്ദേഹത്തിന് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതൽ. അതായത് കിട്ടിയ ചാൻസ് മുതലാക്കുക എന്നുള്ള ഒരു ആദ്യ മത്സരത്തിൽ വന്നിട്ട് ഇന്നലെ ഇപ്പം പറഞ്ഞ ഗെയ്ക്വാദും പിന്നെ രചിൻ രവീന്ദ്ര ക്രീസിലുണ്ടായിരുന്നു ബോൾ എടുക്കുമ്പോൾ ഇന്നലെ അവർ അടിച്ച് പിന്നെ തൂക്കിയിരുന്നെങ്കിൽ പിന്നെ ഒരു അടുത്ത 2-3 വർഷത്തേക്ക് ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് പ്രതീക്ഷിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. ഒരു യുവതാരം വന്നിട്ട് തല്ല് വാങ്ങിയിട്ട് പോയി മാത്രം അവിടെ. പക്ഷെ ഇത് കളി മാറി, മുൻകാല അനുഭവങ്ങളൊക്കെ മലയാളി താരങ്ങൾക്കൊക്കെ പറ്റുന്നത് അങ്ങനെയാണ്. പക്ഷെ ഇന്നലെ അത് മൊത്തത്തിൽ മാറ്റിയിട്ടുണ്ട്. ആ ഫസ്റ്റ് തന്നെ വിക്കറ്റ് എടുത്തിട്ട് തന്നെ സൂര്യകുമാർ യാദവിനെ കെട്ടിപ്പിടുത്തും. പിന്നെ സൂര്യകുമാർ യാദവിന്റെ ഒരു സന്തോഷം നമ്മൾ കണ്ടപ്പോൾ വളരെയധികം സന്തോഷം. ഒന്നും നമുക്കറിയാം, സഞ്ജു ഉൾപ്പെടെയുള്ള സാധാരണങ്ങൾ എന്നും പ്രോത്സാഹിപ്പിക്കുന്ന സൂര്യകുമാർ യാദവിന്റെ ഉണ്ട്. ഇന്നലെ നായകനായിട്ട് സൂര്യകുമാർ യാദവ് വന്നു. പക്ഷെ അതിനേക്കാൾ ഏറ്റവും ഇനി പാണ്ഡ്യ ക്യാപ്റ്റൻ, അടുത്ത ദിവസം തൊട്ട് പാണ്ഡ്യയാണ് ക്യാപ്റ്റൻ വന്നത്. പാണ്ഡ്യയുടെ ഒരു ആവശ്യപ്രകാരം കൂടിയാണ് വിഘ്നേഷിനെ ടീമിലെടുത്തതെന്നുള്ള റിപ്പോർട്ടുകൾ വന്നിരുന്നത്. അതായത് നെറ്റ്സിൽ പന്തറിയാൻ വേണ്ടി വന്നിട്ട് പിന്നെ ദക്ഷിണാഫ്രിക്കൻ ലീഗിൽ മുംബൈ MI കേപ്പ് ടൗണിന് വേണ്ടി കളിക്കാൻ വേണ്ടി കൊണ്ടുപോയിട്ട് ഇതൊക്കെ ഹർദിക്കിൻ്റെയും കൂടി ഒരു പിന്നെ കണ്ടെത്തൽ കൂടി ഒരു ഭാഗമാണെന്ന് പറയുന്നുണ്ട്. അപ്പം ഹർദിക്കിൻ്റെ കീഴിലാകുമ്പോഴും നല്ല അവസരങ്ങൾ പിന്നെ വിഘ്നേഷിന് വരുന്നത് യാതൊരു സംശയമില്ല. നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ വിഘ്നേഷിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ പറയുമ്പോൾ അതായത് മലയാളി താരം IPL മലയാളി താരങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ സഞ്ജുവിനെ കുറിച്ചും സച്ചിൻ ബേബിനെ കുറിച്ചൊക്കെ ഒരുപാട് സംസാരിച്ചു. അപ്പൊ ആ സമയത്ത് പോലും പൊതുവെ നമ്മൾ അതായത് പലരും പറയുന്നത് ഒരു നെറ്റ്സിൽ
പന്തെറിയ അവസരം കിട്ടുമായിരിക്കും ഈ രീതിയിലാണ്. ആ ഒരു താരമാണ് ഒരു മാസമായിട്ട് ഒരു എൻട്രി നടത്തുന്നത്. ആ എൻട്രിയിൽ നിന്ന് ഏറ്റവും ഒരു ഓപ്പോസിറ്റ് ടീമിന്റെ ഏറ്റവും നന്നായി ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബാറ്റ്സ്മാനെ വീഴ്ത്തുന്നു. അത് കഴിഞ്ഞിട്ട് അവരുടെ മിഡിൽ ഓവറുകളിലെ താരങ്ങളെ വീഴ്ത്തുന്നു. അതൊരു തീർച്ചയായും ഒരു അഭിമാനം തന്നെയാണ്. അപ്പൊ ഇനിയുള്ള മത്സരങ്ങളിലും വിഘ്നേഷിന് മികച്ച അവസരങ്ങൾ ലഭിക്കട്ടെ എന്ന് തന്നെയാണ് നമ്മൾ നെറ്റിൽ പന്തറിയാൻ വരുമ്പോൾ പിന്നെ ഹാർദിക് പാണ്ഡ്യക്ക് സൂര്യകുമാർ യാദവിനും ഇവർക്കെതിരെ എറിയുമ്പോൾ അവിടെ അദ്ദേഹത്തിന് കഴിവ് തെളിയിച്ചത് ആ ഈ ബോളറിൽ അവർക്ക് വിശ്വാസം വന്നുകൊണ്ടും കൂടിയാണല്ലോ ഈ ടീമിലേക്ക് വരുന്നത്. തീർച്ചയായും. അപ്പൊ ആ കിട്ടിയ ഇപ്പോ ഇന്ത്യൻ ക്രിക്കറ്റിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും മികച്ച ബാറ്റ്സ്മാൻമാരുടെ ഒരു അംഗീകാരം കിട്ടുക, അല്ലെങ്കിൽ അവര് ഒരു സജസ്റ്റ് ചെയ്യുക ഒരു ബോളറെ എന്ന് പറയുന്നത് യുവതാരത്തിന് ലഭിക്കാനുണ്ട്. അപ്പൊ അത് വന്നു. പിന്നെ IPL പോലത്തെ ടൂർണമെന്റിൽ ഇറങ്ങുന്നു, ആദ്യ മത്സരത്തിൽ ഇറങ്ങുന്നു, സീസണിലെ തന്റെ ആദ്യ മത്സരം. അതിൽ യാതൊരു സഭാകമ്പവും കൂടാതെ ആ വിക്കറ്റുകൾ വീഴ്ത്തി പിന്നെ വിശ്വാസം കാക്കുന്നു. അപ്പം അതിന് മുന്നോട്ട് ഒരുപാട് പോകാനുണ്ട്. ഒരു വലിയൊരു വഴി തന്നെ മുമ്പിലുണ്ട്. അത് ഇപ്പം മുംബൈ ടീം തുറന്നു കൊടുത്ത വഴി നമുക്കറിയാം. പല താരങ്ങളും ഇപ്പം പിന്നെ ഇന്റർനാഷണൽ ക്രിക്കറ്റ് തിളങ്ങുന്നത് മുംബൈ ടീമിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അടുത്തൊരു പേരായിട്ട് വിഘ്നേഷ് പുത്തൂർന്ന് വരട്ടെ. മലയാളികൾക്ക് ഒരുപാട് അഭിമാനിക്കാൻ കഴിയട്ടെ കാണാൻ പറ്റും. തീർച്ചയായും. ഇപ്പോൾ ചെന്നൈയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ ചെന്നൈയിൽ നടക്കുന്ന മത്സരത്തിൽ നൂർ അഹമ്മദിന്റെ ഒരു ഇമ്പാക്ട്, നൂർ അഹമ്മദിന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഇമ്പാക്ട് എന്താണെന്നുള്ളത് നമ്മൾ നേരത്തെ ചർച്ച ചെയ്താണ്. അത് തന്നെയാണ് മത്സരത്തിൽ കണ്ടതും. അത് എനിക്ക് തോന്നുന്നത് ഖലീൽ അഹമ്മദിന്റെ ഒരു പ്രകടനം കൂടി എനിക്ക് മുംബൈ CSK ക്യാമ്പിനെ ഒരുപാട് സന്തോഷിപ്പിക്കുന്നുണ്ടാവും. പ്രത്യേകിച്ച് നമ്മളിപ്പോ ബൗളർമാരുടെ കാര്യം പറയുകയാണെങ്കിൽ ബൗളിങ്ങില് ചെന്നൈ എങ്ങനെയൊക്കെ ബൗളർമാരെ ഉപയോഗപ്പെടുത്തും എന്ന് ഒരു കൺഫ്യൂഷൻ പലപ്പോഴായിട്ട് ഉണ്ടായിരുന്നു. അത് കൃത്യമായിട്ട് അത് കാണാൻ പറ്റാത്ത രീതിയിൽ ഒരു വളരെ തന്ത്രപരമായിട്ട് ബൗളർമാരെ ഉപയോഗിക്കുന്നു എന്ന് തന്നെയാണ് പല സീസണിലും ചെന്നൈയുടെ ഒരു പ്രകടനത്തിന്റെ ഒരു ഇത്. അതിനകത്ത് ഇത് കളിക്കാൻ പറ്റാതെ വിക്കറ്റ് തെറിച്ച ഒരു പന്തൊക്കെ ഉണ്ട്. നമന്ദിറിന്റെ വിക്കറ്റ് തെറിച്ച ഒരു പന്തൊക്കെ ഉണ്ട്. ആ പന്തൊക്കെ എന്ന് പറഞ്ഞാൽ കളിക്കാൻ ഒരു ഇത് അറിഞ്ഞിട്ട് പോലുമില്ല കുറ്റി തെറിക്കുന്ന പറഞ്ഞ പോലത്തെ. അതുപോലെ തന്നെ ധോണിയുടെ ഒരു മിന്നൽ സ്റ്റംപിങ്ങും നമ്മൾ എടുത്ത് പറയുകയാണ്. ധോണിയുടെ നമ്മൾ ഈ പറയുമ്പോൾ പിന്നെ ഈ ബാക്കി താരങ്ങളൊക്കെ പറയുമ്പോൾ അൺക്യാപ്ഡ് പ്ലെയർ ആയിട്ട് വന്നിട്ട് പിന്നെ സൂര്യകുമാർ യാദവിനോട് അൺക്യാപ്ഡ് പ്ലെയറിനെ എങ്ങനെയാണ് നിങ്ങൾ നേരിടുകയെന്ന്. അപ്പോൾ അദ്ദേഹം പറയുന്ന മറുപടിയൊക്കെ ഉണ്ടല്ലോ, ഇതുവരെയായിട്ട് അദ്ദേഹം നേരിടാൻ ആർക്കും തടഞ്ഞു നിർത്താൻ വേണ്ടി പറ്റി നിൽക്കുന്നുണ്ട്. അത് തന്നെയാണ്. ബാറ്റിംഗിൽ ഇറങ്ങിയിട്ട് ഇന്നലെ വിക്കറ്റ് എടുക്കാൻ പറ്റി, അല്ലാതെ റൺ എടുക്കാൻ വേണ്ടി പറ്റിയില്ല. ബാറ്റിന് ഇറങ്ങിയിട്ട് മറ്റേ സോഷ്യൽ അതിലേക്ക് എത്തുന്നതിന് മുമ്പ് ഈ സ്റ്റംപിങ് തന്നെയാണ്. അത് ആ ഒരു പിന്നെ പ്രതാപകാലത്തെ ധോണി എന്നും ആ ധോണി തന്നെയാണെന്ന് തെളിയിച്ചൊരു സ്റ്റംപിങ് ആയിരുന്നു അത്. 14 സെക്കൻഡ് റിയാക്ഷൻ ടൈം അത്ര എനിക്ക് തോന്നുന്നു. അതിന് മുമ്പ് ഇത് ഒന്നും കാണാൻ വേണ്ടി പറ്റില്ല. അത് മാത്രമല്ല, അത് കഴിഞ്ഞിട്ടുള്ള ഒരു DRS ഡെസിഷനും ധോണിയാണ് കാണിക്കുന്നത്. ധോണിനെയാണ് നോക്കുന്നത് ബോളർ. സാധാരണ വിക്കറ്റ് കീപ്പർ തന്നെയാണ് നോക്കുക, അത് നമുക്കറിയാം. പക്ഷെ എന്നാ പോലും ധോണി പറഞ്ഞ ഋതുരാജ് ഗെയ്ക്വാദിന് ഒരു സംശയമില്ലാതെ അദ്ദേഹം കൊടുക്കുന്നത് കൃത്യമായിട്ട് വിക്കറ്റ് കിട്ടുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഇപ്പൊ നമ്മൾ പറഞ്ഞത് ഇപ്പൊ സോഷ്യൽ മീഡിയ നടക്കുന്ന ചർച്ചകൾ വിജയ് ധോണി കൊടുക്കാൻ പറ്റും. അതെ, അതായത് ധോണി ക്രീസിലുള്ള സമയത്ത് 6 അടിച്ച് ഫിനിഷ് ചെയ്യാൻ രജിൻ രവീന്ദ്ര പക്ഷെ എനിക്കത് 2 തരത്തിലാണ് എനിക്ക് തോന്നുന്നത്. ധോണിയുടെ ഹാർഡ് കോർ ആരാധകര്, അല്ലെങ്കിൽ സർക്കാസ്റ്റിക് ആയിട്ട് ആരോ തുടങ്ങി വെച്ച ഒരു വെടിക്കെട്ടിന് അത്. പക്ഷെ വേറെ കാര്യമുണ്ട്, ധോണിക്ക് വിചാരണ എടുക്കാൻ ധോണി എടുക്കില്ല. നമ്മൾ കഴിഞ്ഞ എത്രയോ കാലമായിട്ട് കാണുന്നതാണ്. ഇന്നിങ്സ് കൊണ്ടുവരുന്ന ആള് ക്രീസിലുണ്ടാകുമ്പോൾ നോൺ സ്ട്രൈക്കിൽ ഉണ്ടെങ്കിൽ ധോണി സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുകയുള്ളൂ. ഓവർ കഴിഞ്ഞിട്ടാണ് സ്ട്രൈക്ക് വിചാരണ എടുക്കാൻ വേണ്ടി കൊടുക്കലേ ഉള്ളൂ. അത് ധോണി പണ്ട് കൊടുക്കുന്ന ശീലമാണത്. അത് ഇന്നലെ രജിൻ രവീന്ദ്രയോട് ധോണിയുടെ ആവശ്യപ്രകാരം തന്നെ കൊടുത്തത്. എന്തായാലും രജിൻ രവീന്ദ്ര തെറിയേക്കുന്നുണ്ട്. ഇപ്പം പറഞ്ഞ സർക്കാസ് ആണോന്ന് അറിയില്ല, അല്ല ഇനി ആരാധനാണെന്ന് അറിയില്ല. രജിൻ രവീന്ദ്ര അതിന്റെ പേരിലും തെറിയേക്കുവാണ്. തീർച്ചയായും മോശമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ആരാധനയാവാം, പക്ഷെ രജിൻ എന്ന് പറയുമ്പോൾ ഇപ്പൊ ഇന്ന് ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ ഏറ്റവും മികച്ച രീതിയിൽ തിളങ്ങി നിൽക്കുന്ന ഒരു ബാറ്ററിൽ ഒരാളാണ്. ഇപ്പൊ ICC ചാമ്പ്യൻസ് ട്രോഫി ഇതെല്ലാം നമുക്കറിയാം. ഇപ്പൊ പറഞ്ഞ വിഘ്നേഷ് പുത്തൂറിനെ കളിച്ചത് രജിൻ രവീന്ദ്ര മാത്രമേ കളിച്ചിട്ടുള്ളൂ. അതെ, ചാമ്പ്യൻസ് ട്രോഫിയിലെ ടോപ്പ് സ്കോററാണ്. ന്യൂസിലാൻഡിന്റെ ഒരു വേണ്ടിയിട്ട് മികച്ച രീതിയിൽ ബാറ്റ് ചെയ്ത ഒരു താരമാണ്. പക്ഷെ ധോണി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇന്റർനാഷണൽ കരിയറൊക്കെ അവസാനിച്ച ഒരുപാട് കാലമായിട്ടുണ്ട്. പക്ഷെ IPL എന്ന് പറയുന്ന ഒരുപാട് മറ്റു ഘടകങ്ങൾക്ക് കൂടി സ്വാധീനമുള്ള മാർക്കറ്റ്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് സ്വാധീനമുള്ള ഒരു ഇതിനകത്ത് ധോണി ഇപ്പോഴും നിൽക്കുന്നുണ്ട്. അത് ഇപ്പൊ ധോണിയിൽ നിന്ന് എന്താണോ ആ ടീം പ്രതീക്ഷിക്കുന്നത്, അല്ലെങ്കിൽ ടീം മാനേജ്മെന്റ് പ്രതീക്ഷിക്കുന്നത്, അത് ധോണി വേറൊരു തരത്തിലൊരു ലീഡർഷിപ്പ് ക്വാളിറ്റി എന്ന തരത്തിൽ കൊടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഇപ്പൊ സ്റ്റെമ്പിന് പിന്നിലാണ് ബാറ്റിംഗ് ഈ പറഞ്ഞ പോലെ നമുക്ക് ഇനി കാണേണ്ടതാണ്. ഇപ്പൊ നെറ്റ്സിലൊക്കെ ധോണി ഇപ്പൊ ഏറ്റവും കൂടുതൽ 6 അടിക്കാനാണ് പ്രാക്ടീസ് ചെയ്തെന്ന് പറയുന്നത്. അതായത് ഒരു ലോങ് ഇന്നിങ്സ് അല്ലെങ്കിൽ ഒരു 10-20 പന്തുകൾ കളിക്കുന്ന തരത്തിലുള്ള ഒരു ഇന്നിങ്സ് ഒന്നും ധോണിന് കളിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്.
പക്ഷെ കളിച്ചു കഴിഞ്ഞാൽ അത് അത്ഭുതപ്പെടാനുമില്ല. കാരണം ധോണി ഒരു സമയത്ത് സ്റ്റെമ്പിംഗ് പറഞ്ഞാൽ തന്നെ ബാറ്റിംഗിലും ധോണി ഒരു സമയത്ത് ധോണി കംപ്ലീറ്റ്ലി ബാറ്റിങ്ങിൽ പോയ ഒരു സമയം ഉണ്ടായിരുന്നു. അതിൽ നിന്ന് തിരിച്ചു, അതായത് കഴിഞ്ഞ സീസണിലൊക്കെ മുന്നത്തെ സീസണിലൊക്കെ വളരെ ബാറ്റിങ്ങിൽ വളരെ മോശം പോയതിൽ നിന്ന് പിന്നീട് അദ്ദേഹം തിരിച്ചു വന്നിട്ടുണ്ട്. അതായത് സിംഗിളുകളോ മറ്റോ ശ്രമിക്കാതെ അഗ്രസീവ് ആയിട്ട് ഫസ്റ്റ് ബോളിൽ മുതലേ ഷോട്ട് അടിക്കുക എന്നുള്ള രീതിയിലേക്ക് അത് കൊണ്ടാകുണ്ട്. 6 ആയി 4 ആയി 4 ആയി എന്നുള്ള രീതിയിൽ അത് തന്നെയാണ് ടീം ഇത് ചെയ്യുന്നതെന്ന് തോന്നുന്നത്. അതെ അതെ. അല്ല ഇപ്പൊ നമ്മൾ പറഞ്ഞത് തന്നെ ഇപ്പൊ ഈ പറയുമ്പോൾ ആരാധകര് പിന്നെ ധോണിയുടെ ആരാധകരാണ് ചീത്ത വിളിക്കുന്ന പറയുമ്പോൾ അതിലൊരു കാര്യമുണ്ട്. ഈ പുറത്ത് കിടക്കുന്നത് ഈ പറഞ്ഞ രചിൻ രവീന്ദ്രയുടെ ഇന്നിങ്സിൽ നമുക്ക് പുറത്ത് കാണാൻ പറ്റും. ധോണിയുടെ ബാറ്റിംഗ് ആണെങ്കിൽ IPL മാത്രമേ ഉള്ളൂ. ഇപ്പം എല്ലാ മത്സരത്തിലും 5 വിക്കറ്റ് വീഴണമെന്നില്ല. എല്ലാം ഒത്തു വന്നിട്ട് നോക്കുമ്പോഴേക്ക് ധോണി റൺ എടുക്കാതെ രചിൻ രവീന്ദ്ര കളി നിർത്തിയുള്ള വിഷമായിരിക്കും ആരാധകർ തീർക്കുന്നത്. പക്ഷേ ഈ പറഞ്ഞ തന്നെ ഒരിക്കലും പാടില്ലാത്ത കാര്യം തന്നെയാണത്. അത് ഇനിയിപ്പോൾ മത്സരങ്ങൾ വരുമ്പോഴായാൽ കൂടി ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ്. കാരണം വളരെ മോശമായ രീതിയിലാണ് ഇപ്പം കമന്റുകൾ വരുന്നത് രചിൻ രവീന്ദ്രക്കെതിരെ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത്. ട്വിറ്റർ ലോകത്തൊക്കെ ഭയങ്കരമായിട്ട് നടക്കുന്നത്. തീർച്ചയായും അംഗീകരിക്കാൻ പറ്റുന്നതല്ല. ഇപ്പൊ ധോണിനെ പോലെ പ്രത്യേകിച്ച് കളത്തിനകത്ത് ഇത്രയും ഒരു ജെന്റിൽമാൻ ആയിട്ട് പെരുമാറുന്ന ഒരു താരത്തിന്റെ ആരാധകരിൽ നിന്ന് ഇത് ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. കാരണം അവര് കൃത്യമായിട്ട് മനസ്സിലാക്കണം, CSK എന്ന് പറയുന്ന ടീമാണ്, ധോണിക്കും ടീമാണ് വലുത്. ധോണി അങ്ങനെ കാണുന്ന ആളാണ്. അത് ഇപ്പൊ ധോണി അല്ലെങ്കിൽ വേറൊരാള് രചിൻ രവീന്ദ്ര ഫിനിഷ് ചെയ്തതിൽ ഒരു തെറ്റുമില്ല. അതായത് 6 അടിക്കുക, ആ സമയത്ത് ധോണിക്ക് സിംഗിൾ ഇട്ട് തല ഫിനിഷ് ചെയ്യട്ടെ എന്ന് പറയുന്നതൊക്കെ അതിലൊന്നും ഒരു കാര്യമില്ല, അതിൽ പ്രത്യേകിച്ചൊന്നുമില്ല. പക്ഷെ ആരാധകർക്ക് രോമാഞ്ചം ഉണ്ടാക്കാൻ പറ്റുന്ന നിമിഷങ്ങൾ കിട്ടിയില്ല എന്നുള്ളത് അതിപ്പോ നമുക്ക് അതെ അതെ അതാണ് അതിന് വേണ്ടിയിട്ടാണ് സ്റ്റെമ്പിംഗ് ഉള്ളത്. ഇനി അവസരം കിട്ടുമ്പോൾ ധോണി മികച്ച രീതിയിൽ ബാറ്റ് ചെയ്യും. എന്തായാലും IPL-ലെ ഒരു ആവേശം തന്നെയാണ്, ഒരു ആവേശത്തോട് കൂടിയിട്ട് തന്നെയാണ് IPL തുടങ്ങിയിട്ടുള്ളത്. ഇപ്രാവശ്യം വലിയ പ്രതീക്ഷകൾ ഇനിയും മുന്നോട്ടുണ്ട്. ഇനിയും അടിപൊളി മത്സരങ്ങൾ വരാനുണ്ട്. ഇപ്പൊ ചെന്നൈ ആണെങ്കിലും മുംബൈ ആണെങ്കിലും അവരുടെ ഇപ്പൊ ചെന്നൈനെ സംബന്ധിച്ച് ബാറ്റിംഗിൽ ഒരു ചെറിയ ഒരു ലാഗ് ഉണ്ടായിരുന്നു. അത് ഒരുപക്ഷെ ഈ മൈതാനത്തിന്റെ ഒരു ഇതായിരിക്കും. അപ്പൊ ഇനിയുള്ള മത്സരങ്ങളിൽ നമുക്ക് നോക്കാം എങ്ങനെയാണ് ടീം ഇത് ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ പറഞ്ഞതിൽ തന്നെ പറയാത്ത വിട്ടുപോയ പല പേരുകളും ഉണ്ടാവും. ഇപ്പൊ നെതാൻ എല്ലീസിനെ പോലുള്ള ഒരു താരം മികച്ച രീതിയിൽ അതെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് ഉണ്ട്. അപ്പോൾ ഇനിയുള്ള മത്സരങ്ങൾ നോക്കി അതിനെ അനലൈസ് ചെയ്ത് നമുക്ക് വീണ്ടും എത്താം.